ലോകാവസാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നും മനുഷ്യരിലുണ്ടാക്കുന്ന ആകാംക്ഷയും ഭയവും ചെറുതല്ല. ഇതിനെ ശാസ്ത്രീയമായും മതപരമായും വ്യത്യസ്തമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. ലോകാവസാനം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാന വഴികളെ താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. 1. ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ, സയന്റിഫിക് പെർസ്പെക്റ്റീവ്സ്. ശാസ്ത്രലോകം ഭൂമിയുടെയോ പ്രപഞ്ചത്തിന്റെയോ അന്ത്യത്തെക്കുറിച്ച് പ്രധാനമായും പറയുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. സൂര്യന്റെ മാറ്റങ്ങൾ. ഏകദേശം 500 കോടി വർഷങ്ങൾക്ക് ശേഷം സൂര്യൻ ഒരു റെഡ് ജയന്റ് ആയി മാറും. സൂര്യൻ വല്ലാതെ വികസിക്കുകയും ഭൂമിയുൾപ്പെടെയുള്ള ഗ്രഹങ്ങളെ വിഴുങ്ങുകയും ചെയ്യും. ഇതോടെ ഭൂമിയിലെ ജീവൻ പൂർണ്ണമായും ഇല്ലാതാകും. ചിഹ്നഗ്രഹങ്ങളുടെ പതനം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഡൈനോസറുകൾ വംശനാശം സംഭവിച്ചത് ഒരു ചിഹ്നഗ്രഹം പതിച്ചാണെന്ന് കരുതപ്പെടുന്നു. അത്തരത്തിൽ വലിയൊരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അത് വലിയൊരു നാശത്തിന് കാരണമാകും. പ്രപഞ്ചത്തിന്റെ അന്ത്യം. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാനം പ്രപഞ്ചം വല്ലാതെ തണുത്തുറഞ്ഞു പോകുന്നതിനോ അല്ലെങ്കിൽ വികസിച്ച് തകർന്നു പോകുന്നതിനോ കാരണമായേക്കാം. 2. മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ. ഇന്ന് പല ശാസ്ത്രജ്ഞരും ഭയപ്പെടുന്നത് പ്രകൃതിദത്തമായ കാരണങ്ങളെക്കാൾ മനുഷ്യൻ തന്നെ വരുത്തിവെക്കുന്ന വിനകളെയാണ്. കാലാവസ്ഥാ വ്യതിയാനം. ആഗോളതാപനം മൂലം മഞ്ഞുരുകുന്നതും സമുദ്രനിരപ്പുയരുന്നതും ഭൂമിയിലെ ആവാസവ്യവസ്ഥയെ തകിടം മറിക്കാം. അണുയുദ്ധം. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള അണുയുദ്ധം മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തെ ചാരമാക്കാൻ ശേഷിയുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യനിയന്ത്രണത്തിനപ്പുറത്തേക്ക് സാങ്കേതികവിദ്യ വളരുന്നത് അപകടമുണ്ടാക്കുമെന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3. മതപരമായ വിശ്വാസങ്ങൾ. വിവിധ മതങ്ങളിൽ ലോകാവസാനത്തെക്കുറിച്ച് അപ്പോക്കലിപ്സ്, ജഡ്ജ്മെന്റ് ഡേ വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. ഹിന്ദുമതം. കലിയുഗം അവസാനിക്കുമ്പോൾ വിഷ്ണു ഭഗവാൻ കൽക്കി അവതാരമായി വന്ന് അധർമ്മം നശിപ്പിക്കുമെന്നും അതിനുശേഷം വീണ്ടും ഒരു സത്യയുഗം ആരംഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ചാക്രികമായ മാറ്റം. ഇസ്ലാം മതം. കിയാമത്ത് നാൾ അഥവാ ലോകാവസാനത്തിൽ ലോകം മുഴുവൻ നശിപ്പിക്കപ്പെടുമെന്നും പിന്നീട് എല്ലാവരും വിചാരണ ചെയ്യപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്തുമതം. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചും അതിനു മുൻപ് നടക്കാൻ പോകുന്ന വലിയ പീഡനങ്ങളെക്കുറിച്ചും ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, ശാസ്ത്രീയമായി നോക്കിയാൽ ലോകാവസാനമെന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാവുന്ന ഒരു പ്രക്രിയയാണ്. എങ്കിലും പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉദാഹരണത്തിന്, കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയൊക്കെ ഭൂമിയെ ബാധിക്കുന്നുവെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കാലാവസ്ഥാ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ച്, ലോകാവസാനത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമായി ഇന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ പതുക്കെ വാസയോഗ്യമല്ലാതാക്കി മാറ്റുന്ന ഒന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയെ ബാധിക്കുന്ന പ്രധാന വഴികൾ താഴെ പറയുന്നവയാണ്. 1. സമുദ്രനിരപ്പ് ഉയരുന്നു. റൈസിംഗ് സീ ലെവൽസ്. ഭൂമിയുടെ താപനില കൂടുന്നതിനനുസരിച്ച് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുപാളികൾ, ഐസ് ക്യാപ്സ് ഉരുകുന്നു. ഇത് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നു. ഫലം: കൊച്ചി, മുംബൈ, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ തീരദേശ നഗരങ്ങൾ ഭാവിയിൽ വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. 2. അതിശക്തമായ പ്രകൃതിക്ഷോഭങ്ങൾ. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുന്നു. പ്രളയവും വരൾച്ചയും. ഒരു വശത്ത് അതിശക്തമായ മഴയും പ്രളയവും ഉണ്ടാകുമ്പോൾ മറുവശത്ത് കുടിവെള്ളം പോലും കിട്ടാത്ത രീതിയിലുള്ള കടുത്ത വരൾച്ച അനുഭവപ്പെടുന്നു. ചുഴലിക്കാറ്റുകൾ. കടലിലെ താപനില കൂടുന്നത് കൂടുതൽ ശക്തമായ ചുഴലിക്കാറ്റുകൾ, സൈക്ലോൺസ് ഉണ്ടാകാൻ കാരണമാകുന്നു. 3. ഭക്ഷ്യക്ഷാമം, ഫുഡ് സെക്യൂരിറ്റി. കൃഷി എന്നത് കൃത്യമായ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. മഴ ലഭിക്കുന്ന സമയത്തിലുണ്ടാകുന്ന മാറ്റവും അമിതമായ ചൂടും കൃഷിയെ നശിപ്പിക്കുന്നു. വരും കാലങ്ങളിൽ ഭക്ഷണത്തിനും ശുദ്ധജലത്തിനും വേണ്ടിയുള്ള യുദ്ധങ്ങൾ ലോകത്തുണ്ടായേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. 4. പകർച്ചവ്യാധികളും ആരോഗ്യപ്രശ്നങ്ങളും. ചൂട് കൂടുന്നത് പുതിയ തരം വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക് കാരണമാകും. കൂടാതെ വനനശീകരണം മൂലം വന്യമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് മാരകമായ രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും സൂനോട്ടിക് ഡിസീസസും വർദ്ധിക്കുന്നു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഭൂമിയെ ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ആഗോളതലത്തിൽ വലിയ തീരുമാനങ്ങൾ ആവശ്യമാണെങ്കിലും വ്യക്തിപരമായി നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാം. മരം നട്ടുപിടിപ്പിക്കുക. കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കാൻ ഏറ്റവും നല്ല വഴി ഇതാണ്. ഊർജ്ജം ലാഭിക്കുക. വൈദ്യുതിയുടെ അനാവശ്യ ഉപയോഗം കുറയ്ക്കുക. സൗരോർജ്ജം, സോളാർ എനർജി പോലെയുള്ള പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. മലിനീകരണം കുറയ്ക്കുന്നത് പ്രകൃതിയുടെ ആയുസ്സ് കൂട്ടും. ഭൂമി നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പായി ഈ മാറ്റങ്ങളെ കാണാവുന്നതാണ്. മനുഷ്യൻ പ്രകൃതിയോടിണങ്ങി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകാവസാന ഭീഷണിയെ തടയാൻ കഴിയൂ. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാൻ സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ, ഉദാഹരണത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ എനർജി. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഇന്ന് ലോകം വലിയ തോതിൽ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നുണ്ട്.
കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും പ്രകൃതിയെ പഴയ നിലയിലേക്ക് എത്തിക്കാനും സഹായിക്കുന്ന ചില പ്രധാന സാങ്കേതിക വിദ്യകൾ ഇവയാണ്. 1. ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രിക് വെഹിക്കിൾസ് (ഇവിസ്). പെട്രോൾ ഡീസൽ വാഹനങ്ങൾ പുറത്തുവിടുന്ന പുക ആഗോളതാപനത്തിന് വലിയൊരു കാരണമാണ്. ഇതിനു പകരമായാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത്. ഗുണം: ഇവ ഹരിതഗൃഹവാതകങ്ങൾ പുറത്തുവിടുന്നില്ല. ബാറ്ററി സാങ്കേതികവിദ്യ, ലിഥിയം അയോൺ ബാറ്ററീസ് മെച്ചപ്പെടുന്നതോടെ ഇവ കൂടുതൽ ദൂരം ഓടിക്കാനും വേഗത്തിൽ ചാർജ് ചെയ്യാനും സാധിക്കുന്നു. 2. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം, റിന്യൂവബിൾ എനർജി. കൽക്കരിയും പെട്രോളിയവും കത്തിച്ച് വൈദ്യുതിയുണ്ടാക്കുന്നതിനു പകരം പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. സൗരോർജ്ജം, സോളാർ എനർജി, സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ന് വീടുകളുടെ മുകളിലും വലിയ സോളാർ പാർക്കുകളിലും ഇത് വ്യാപകമാണ്. കാറ്റാടിയന്ത്രങ്ങൾ, വിൻഡ് എനർജി, കാറ്റിൽ നിന്ന് വൻതോതിൽ വൈദ്യുതി നിർമ്മിക്കുന്നു. ഹരിത ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ, ഭാവിയിലെ ഇന്ധനം എന്ന് വിളിക്കപ്പെടുന്ന ഇത് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഇത് കത്തുമ്പോൾ മലിനീകരണം ഉണ്ടാക്കുന്നില്ല. 3. കാർബൺ ക്യാപ്ചർ സാങ്കേതികവിദ്യ, കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് (CCS). അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെ നേരിട്ട് വലിച്ചെടുത്ത് ദ്രവരൂപത്തിലാക്കി ഭൂമിക്കടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഒരു വലിയ വാക്യൂം ക്ലീനർ പോലെ ഇത് അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു. വലിയ ഫാക്ടറികളിൽ ഇത് സ്ഥാപിക്കുന്നത് മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കും. 4. സ്മാർട്ട് കൃഷിരീതികൾ, സ്മാർട്ട് ഫാമിംഗ്. കൃഷിക്കാവശ്യമായ വെള്ളവും വളവും കൃത്യമായി അളന്നു നൽകാൻ സെൻസറുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്നു. ഇത് അമിതമായ ജല ഉപയോഗം കുറയ്ക്കാനും മണ്ണിന്റെ ഗുണം നിലനിർത്താനും സഹായിക്കുന്നു. 5. വെർട്ടിക്കൽ ഫാമിംഗ്. നഗരങ്ങളിൽ കെട്ടിടങ്ങൾക്കുള്ളിൽ തട്ടുകളായി കൃഷി ചെയ്യുന്ന രീതിയാണിത്. ഇത് വനനശീകരണം കുറയ്ക്കാനും കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആഹാരം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. ഇതിന്റെ വെല്ലുവിളികൾ: ഈ സാങ്കേതിക വിദ്യകൾ മികച്ചതാണെങ്കിലും ഇവ നടപ്പിലാക്കാൻ ചില തടസ്സങ്ങളുണ്ട്. ചിലവ്: സോലാർ പാനലുകളും ഇലക്ട്രിക് കാറുകളും വാങ്ങാൻ ഇപ്പോഴും സാധാരണക്കാർക്ക് വലിയ തുക ചിലവാകുന്നു. ബാറ്ററി മാലിന്യം: ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ കാലാവധി കഴിഞ്ഞാൽ അവ സംസ്കരിക്കുന്നത് പുതിയൊരു വെല്ലുവിളിയാണ്. എങ്കിലും ലോകരാജ്യങ്ങൾ കൈകോർത്താൽ ഈ സാങ്കേതിക വിദ്യകൾ വഴി ഭൂമിയുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതിൽ ഏത് സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്, ഉദാഹരണത്തിന് ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ സോളാർ എനർജി, നിങ്ങൾക്ക് കൂടുതൽ വിശദമായി അറിയേണ്ടത്?